കണ്ണൂർ തലശ്ശേരിയിൽ ബസിന്റെ പുറകിൽ തൂങ്ങി സ്കൂൾ വിദ്യാർത്ഥികളുടെ റീൽ ചിത്രീകരണം. ബസ് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി. ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിജീഷ്, ഇതെന്താണ് ഈ കാണുന്നത്? എങ്ങനെയും റീൽ എടുക്കാം എന്നുള്ളത് എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യമാണിത്? മഹേഷ്, തീർച്ചയായും അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പെരുമാറിയിരിക്കുന്നത്. അതായത് വടകര തലശ്ശേരി റൂട്ടിലോടുന്ന ഒരു സ്വകാര്യ ബസിന്റെ പിറകിലുള്ള ഏണിയിലാണ് വിദ്യാർത്ഥികൾ തൂങ്ങി നിൽക്കുന്നത്. 3 പേർ ആദ്യം ഒരേ ഏണിയിൽ തൂങ്ങുന്നു. അത് കഴിഞ്ഞ് ഒരാൾ മറ്റേ വശത്തുള്ള ഏണിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ബസിന്റെ കണ്ടക്ടർ ബസ് നിർത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കണ്ടക്ടർ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഈ റീൽ ചിത്രീകരിച്ചത്. അതിന് പിന്നാലെ ഈ വിദ്യാർത്ഥികൾ ഈ റീൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടിയാണ് സംഭവം വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിന് പിന്നാലെ ഇപ്പോൾ സ്വകാര്യ ബസ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത് സംഭവം സംബന്ധിച്ച് അവർ പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ്. അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇതിനകത്തൂടെ, അതായത് ഈ റീൽ ചിത്രീകരണത്തിന്റെ സാഹചര്യത്തിൽ നമുക്ക് ബോധ്യപ്പെടുക. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് പിറകിലെ ഏണിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടാണ് റീൽ എടുത്തിരിക്കുന്നത്. ഏതായാലും സംഭവം സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നുള്ളതാണ് ബസ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. ബിജീഷ്, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് ചെയ്യുന്നത് കുറ്റമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബോധമുണ്ടാകേണ്ട കുട്ടികളാണ്. ആ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ടില്ലായിരുന്നെങ്കിൽ കുറെ കൂടി ദൂരം പോയേനെ, അപകടം നടന്നേനെ. ഈ പോലീസ് എങ്ങനെയായിരിക്കും ഈ കേസ് കൈകാര്യം ചെയ്യുക? മഹേഷ്, ഇതിനകത്ത് പരാതി നൽകുമെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ബസ് ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് അവർ പരാതി നൽകിയതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും റീൽ ചിത്രീകരണം എന്നുള്ളത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എടുക്കാം, ഏതൊക്കെ വെറൈറ്റികളിൽ എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ തലമുറയടക്കം ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ പിറകിലെ ഏണിയിലൊക്കെ നിന്നുകൊണ്ടുള്ള റീൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റീൽ ചിത്രീകരണത്തിന് പൊതു നമ്മുടെ സമൂഹത്തിലടക്കം ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വരികയുള്ളൂ. കാരണം ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലൊക്കെ ഇത്തരത്തിൽ റീൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുമെന്ന് നമുക്ക് ഒരു സാധാരണ മനോഗതിയുള്ള ഒരാൾക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യങ്ങൾ നിശ്ചയിക്കാനോ കഴിയില്ല. വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതിന്റെ ഒരു വെറൈറ്റി എന്നുള്ള രൂപത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകിൽ ഒരു ബോധവൽക്കരണ പരിപാടികളിലേക്ക് കടക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കടുത്ത നിയമ നടപടികളിലേക്ക് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അത്തരത്തിൽ മാത്രമേ ഇത് തടയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ സംഭവം സംബന്ധിച്ച് വടകര തലശ്ശേരി റൂട്ടിലിടുന്ന സ്വകാര്യ ബസ്സായിട്ടുള്ള അക്ഷികയിലെ ജീവനക്കാർ പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഹേഷ്, എന്തായാലും വിജീഷ്, ഇതൊരു വല്ലാത്ത വെറൈറ്റി റീലെടുക്കലായിപ്പോയി. വലിയ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം. 3 വിദ്യാർത്ഥികൾ തൂങ്ങി നിൽക്കുന്നു. കണ്ണൂർ തലശ്ശേരിയിലാണ് ബസിന്റെ പുറകിൽ തൂങ്ങി സ്കൂൾ വിദ്യാർത്ഥികളുടെ റീൽ ചിത്രീകരണം. എന്തായാലും ബസ് ജീവനക്കാർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്.